Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands-on training and industry insights. Empire College of Science. Muadal, Kudapuram, Malapur. വളാഞ്ചേരി ഡോക്ടർ NK മുഹമ്മദ് മെമ്മോറിയൽ MES സെൻട്രൽ സ്കൂളിന്റെ 34ാമത് വാർഷികാഘോഷം എസ്പെറാൻസോ 2025 വർണ്ണാഭമായി. വാർഷികാഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം മോട്ടിവേഷൻ സ്പീക്കറും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ നൂർ ജലീല നിർവഹിച്ചു. 2 ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ നടന്നത്. എസ്പെറാൻസോ 2K25 എന്ന പേരിൽ നടത്തിയ വാർഷിക പരിപാടിയിൽ ഫ്ലവേഴ്സ് TV ടോപ്പ് സിംഗർ താരം ദേവനന്ദ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിദ്യാലയത്തിലെ 1300 വിദ്യാർത്ഥികളിൽ 800-ലധികം വിദ്യാർത്ഥികളാണ് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചത്. അവരോടൊപ്പം അമ്മമാരും ചേർന്നപ്പോൾ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ഫാഷൻ ഷോ വേറിട്ടതായി മാറി. MES ജില്ലാ പ്രസിഡന്റ് K മുഹമ്മദ് ഷാഫി ഹാജി ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഗോവിന്ദ് വിനീഷും ഹർഷ വിനീഷും നയിച്ച അനോക്കി ബാൻഡിന്റെ ഗാനസന്ധ്യയും അരങ്ങേറി. ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ച് നടക്കുന്നതുകൊണ്ട് എനിക്ക് ഈ പ്രോഗ്രാമിൽ ഡാൻസിലൊക്കെ ഇൻക്ലൂഡ് ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ടീച്ചേഴ്സിന് അത് പറ്റൂല എന്ന് പറയാനായിട്ടൊരു പിടുത്തുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ബാക്കിയുള്ളൊരു പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ ഞാനും കൂടെ പോവും. അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രിൻസിപ്പളും കൂടെ ഇടപെട്ടിട്ട് ഈ ഡാൻസ് ഇത് കുറേ ചാടാനും തുള്ളാനും ഇരിക്കാനും എണീക്കാനും ഒക്കെ ഉള്ള ഈ ഒരു ഡാൻസ്
എനിക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ പോർഷൻസൊക്കെ എന്നെയും കൂടെ ഉൾപ്പെടുത്തി എനിക്ക് ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പുകൾ വരുമ്പോൾ ഞാൻ മാറി നിന്ന് എന്നെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു ആനുവൽ ഡേൻ്റെ ആ ഡാൻസ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഈ പാട്ട് കേട്ടപ്പോൾ ശരിക്കും എനിക്കിവിടെ ഓർമ്മ വന്നു. പിന്നെ ഓരോരുത്തർക്കും ഇവിടെ സ്കൂൾ കഴിഞ്ഞിറങ്ങി പോയിട്ടുള്ള ഓരോരുത്തർക്കും ഇങ്ങനത്തെ ഇവൻറ്റ്സ് കാണുമ്പോൾ സ്വന്തം സ്കൂൾ കാലഘട്ടമാണ് എന്തായാലും ഓർമ്മ വരിക എന്നുള്ളതിൽ ഒരു സംശയമില്ല. പിന്നെ എനിക്കറിയാം ഇവിടെ പേരൻസ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ മക്കളുടെ പരിപാടി കേൾക്കാനാണ്. അതേപോലെ കുട്ടികളും ആകാംക്ഷയോടെ ഇരിക്കുന്നത് പ്രോഗ്രാംസ് കാണാനാണ്. അതുകൊണ്ട് ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. 1-2 അനുഭവങ്ങൾ മാത്രം പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ എന്നെ വേദിയിലേക്ക് വിളിക്കാനും എനിക്കിവിടെ സംസാരിക്കാനും അവസരം ലഭിച്ചതിന് പിന്നിലൊക്കെ ഒരുപാട് കഥകളുണ്ട്. അതായത് എന്നെ ഇപ്പോൾ നൂർജലീല എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കാനും കെട്ടിപ്പിടിക്കാനും കുറേ വർത്താനം പറയാനും ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ദർ വാസ് എ ടൈം എന്നെ അങ്ങേയറ്റം ഒഴിവാക്കിയും അങ്ങേയറ്റം വേദന അനുഭവിച്ചൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ എൻ്റെ സ്കൂളിൽ ഞാൻ എത്തുന്നതിന് മുമ്പ് എനിക്ക് കയ്യും കാലും ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ള കുട്ടികൾക്ക് ഞാൻ ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ഒരു സ്ഥാപനമുണ്ടായിരുന്നു. 12 വർഷങ്ങൾക്ക് ശേഷം ഞാൻ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ എനിക്ക് LKGക്ക് കയറുന്ന സമയത്തായിരുന്നു ഈ സ്കൂളിൽ അഡ്മിഷന് വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് അവരിങ്ങനത്തെ ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബൈ ഗോഡ്സ് ഗ്രേസ്